2016 മെയ് 31 ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള നേതാവാണെന്ന് സമ്മതിക്കേണ്ടി വരും. അന്ന് സുരേന്ദ്രൻ പറഞ്ഞാണ്. പിണറായി വിജയൻ മനസ്സിലാകാത്തതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഞാൻ പറയാം. കാരണം പിണറായി വിജയൻ ആർജവമുള്ള നിശ്ചയദാർഢ്യമുള്ള നേതാവാണ്. അതിൽ അദ്ദേഹം പറയുന്നത് പിണറായി വിജയന് മുമ്പിൽ രണ്ട് വെല്ലുവിളികളുണ്ട്. ഒന്ന് ദേശീയപാത, മറ്റൊന്ന് ഗെയിൽ പൈപ്പ് ലൈനാണ്. ഇത് രണ്ടും അദ്ദേഹത്തിന് നടപ്പാക്കാൻ സാധിക്കുമോ? കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുസ്ലിം സംഘടനകളാണ് ഇതിനെതിരെ നിന്നിട്ടുള്ളത്. SDPI ഉൾപ്പെടെയുള്ള സംഘടനകളാണ് നിന്നിട്ടുള്ളത്. സ്ഥലമേറ്റെടുപ്പ്, ഗെയിൽ പദ്ധതി, ഇവയെല്ലാം വളരെ കൃത്യമായിട്ട് പിണറായി വിജയൻ സർക്കാർ, രണ്ട് പിണറായി വിജയൻ സർക്കാരും കൃത്യമായി മുന്നോട്ട് പോയി. ഇനിയും പൊതുമരാമത്ത് വകുപ്പാണെങ്കിൽ അതൊരു നോഡൽ ഏജൻസിയാണ്. 5800 കോടി രൂപ ഇതിന്റെ സ്ഥലമേറ്റെടുപ്പും നിർമ്മാണം കോടി രൂപ കൊടുത്തിട്ടുള്ളത് ആരാണ്? പൊതുമരാമത്ത് വകുപ്പാണ്. ആ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ വിളിക്കണം എന്നുള്ളത് സാമാന്യ മര്യാദയാണ്. ഇനിയും പോട്ടെ, പൊതുമരാമത്ത് മന്ത്രിയെ വിളിക്കേണ്ട, പ്രോട്ടോകോളിന്റെ പ്രശ്നം പറഞ്ഞിട്ട് ഇവർ മുഖ്യമന്ത്രിയെ മാത്രം വിളിച്ചിരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് ആ വേദി കയറിയിരിക്കുന്നത്? മുൻ മന്ത്രി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മുൻ മന്ത്രി അദ്ദേഹം പറഞ്ഞു. ശരി, ഇവിടെ വിഴിഞ്ഞം നടക്കുന്ന സമയത്തും ആദ്യമേ വന്ന് രാജീവ് ചന്ദ്രശേഖർ കയറിയിരിപ്പുണ്ടല്ലോ. ഇനിയും ഇതിനു മുമ്പ് കുമ്മനം രാജശേഖരൻ മെട്രോ റെയിൽ ഓടുന്ന സമയത്ത് ഇരിക്കുന്നുണ്ട്. എന്റെ ഒരൊറ്റ സംശയത്തുള്ളൂ, ഇത് CPM നേതാക്കളും എല്ലാം ചോദിച്ചാൽ സാധാരണ ജനങ്ങളും ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ വയനാട് പുനരധിവാസം നടക്കുന്ന സമയത്ത് CPM-ന്റെയോ CPI-യുടെയോ സംസ്ഥാന സെക്രട്ടറിമാരെ പിടിച്ചിരുത്താൻ പറ്റുമോ? ഒരിടത്തും പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഉദ്ഘാടനം നടക്കുന്നതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരുന്നത് വളരെ തെറ്റാണ്. പ്രത്യേകിച്ച് BJP ഇപ്പോൾ ചെയ്തത്. മാത്രമല്ല, ഇവിടെ സ്ഥലമേറ്റെടുത്ത് കൊടുക്കുന്നതിനകത്ത് സംസ്ഥാന സർക്കാർ പൈസ മുടക്കുകയും തീർച്ചയായിട്ടും. അതായത് ഈ പദ്ധതി ഉപേക്ഷിച്ച് കിടന്നില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടുത്തെ ഓഫീസ് പൂട്ടിപ്പോയതാണ്. പിണറായി വിജയൻ ആർജവമുള്ള നിശ്ചയദാർഢ്യമുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തന ചരിത്രമെടുത്താൽ അദ്ദേഹത്തിന് അടിസ്ഥാന വികസനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വ്യക്തമാകും. വൈദ്യുതിയുടെ കാര്യം എടുക്കുക. വൈദ്യുതിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് മിന്നാമിനുങ്ങുന്ന വെളിച്ചത്തിൽ നിന്ന് പരന്ന വെളിച്ചത്തിലേക്ക് വൈദ്യുതി കേരളത്തിലെമ്പാടും എത്തിച്ചത് പിണറായി വിജയനാണ്.